ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു പാഠത്തിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ അവർ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിവരണം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയായിരിക്കും നമ്മോട് ചോദിക്കുന്നത്. അപ്പം 10ാം ക്ലാസ് വരെ ഒക്കെ ആണെങ്കിൽ ഒരു 6 മാർക്കിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വെറും 6 പോയിന്റ് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 6 പോയിന്റ്, ഈ ഒരു 6 പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, ഈ ഒരു 6 പോയിന്റ് നിങ്ങൾ ഇടുന്ന ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു 6 മാർക്ക് ഒപ്പിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് എത്തുമ്പം നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം, ആ ക്യാരക്ടർ എന്തുവാണ്. ഓക്കെ, അത് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, എന്നാൽ ഞാൻ പറയുവാണ് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഉത്തരം എഴുതുമ്പം ജസ്റ്റ് ഒരു എന്താ പറയുക, നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനൊക്കെ നോക്കാൻ നേരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ഈ ഒരു 6 മാർക്കിൽ നിന്ന് ഒരു 5ഓ 4ഓക്കെ മാർക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു നീറ്റായിട്ട് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് അതുപോലെ ഡിസ്കോഴ്സസ് എല്ലാം അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു 6 പോയിന്റ് ഇതാണ്. ഓക്കെ, അപ്പം ഈ ഒരു 6 പോയിന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ആ ഒരു ക്യാരക്ടറിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആ ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓണപരീക്ഷയ്ക്കായിക്കോട്ടെ അതുപോലെ തന്നെ ക്രിസ്മസ് ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ഉറപ്പായിട്ടും ഒരു ക്യാരക്ടർ സ്കെച്ച് കാണുന്നതാണ്. അപ്പം ഈ പറയുന്ന 6 പോയിന്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ 6 പോയിന്റ് വ്യക്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്ന ക്യാരക്ടർ ഏതാണ്, ആ ഒരു ക്യാരക്ടറിന്റെ പേര് നിങ്ങൾക്ക് അപ്പം ഹെഡിങ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതിപ്പം ഓരോ ക്ലാസ്സിലും വേറെ വേറെ ചാപ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് ഞാൻ ഒരു ചാപ്റ്റർ സ്പെഷ്യലി എടുത്ത് പറയുന്നില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ക്യാരക്ടർ ഏതാണോ ആ ഒരു ക്യാരക്ടറിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ അതുപോലെ അത് എഴുതിയ ഓതർ പിന്നെ ഒരു ക്യാരക്ടറിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊരു 1, 2, 3 സെന്റൻസിൽ നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചെയ്യേണ്ട ആ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ദ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്ന ഒരു ക്യാരക്ടറിന്റെ പേര്, ദ ക്യാരക്ടർ പേര് ഈസ് അപ്പിയർഡ് ഫ്രം ദ ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിന്റെ പേര് ബൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓതറിന്റെ പേര്. അതാണ് ജസ്റ്റ് ആ ഒരു ഞാനൊക്കെ എഴുതി പഠിച്ചത് ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരു രീതി എഴുതാം. ദ ക്യാരക്ടർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിന്റെ പേര് എഴുതിയിട്ട് ഈസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റോറി എഴുതാം. ഈ ബൈ എന്നും പറഞ്ഞ ആ ഒരു ഓതറിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു സെന്റൻസ് എടുക്കുക. നിങ്ങൾക്ക് 1, 2 സെന്റൻസ് ആയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ആ ഒരു റോൾ ഓഫ് ദ ക്യാരക്ടർ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരു ചാപ്റ്റർ നല്ലതായിട്ടും മനസ്സിലാക്കണം, ആ ഒരു ക്യാരക്ടറിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു ക്യാരക്ടറിന് ആ ഒരു കഥയിലുള്ള ആ റോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് വെച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾക്കല്ല ജസ്റ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിക്കുക. ആ ഒരു റോള്, ആ ഒരു ക്യാരക്ടറിന് ആ ഒരു പാഠഭാഗത്ത് എത്രമാത്രം റോളുണ്ട്, എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളൊന്ന് എഴുതി വെക്കുക. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, ആ ഒരു ക്യാരക്ടറിന്റെ ഡ്രസ്സും ആ ഒരു ഗെറ്റപ്പും അതൊക്കെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ ഒരു എന്താ പറയുക ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എഴുതുക. പിന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്, അപ്പൊ ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം, ഇപ്പം മോനുണ്ട്, ആ മോന്റെ പേര്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു സ്റ്റോറി ബേസിൽ എഴുതി പോവുക. പിന്നെ നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടർ എന്നുള്ള ജസ്റ്റ് ഒരു ഒപ്പീനിയൻ നമുക്ക് എഴുതാം. അതിന്റെ ലാസ്റ്റ് ആ ഒരു എന്താ പറയുക ക്ലൈമാക്സിൽ അല്ലെങ്കിൽ ആ ഒരു കൺക്ലൂഷനിൽ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ കുറച്ച് ആ ഒരു സ്റ്റോറി ബേസും കൂടെ എഴുതി വെക്കുകയാണെങ്കിൽ 6 മാർക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചിൽ 6 മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് SSLC-ക്കാർക്ക് മാത്രമല്ല, +1, +2 പിന്നെ അതുപോലെ താഴോട്ട് 9, 8 ഏത് ക്ലാസ്സിന് വേണമെങ്കിലും ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക, യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് 6 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.